ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കുറച്ചധികം അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട്. എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് കുറച്ച് താമസിച്ച് പറയാൻ എങ്കിൽ പോലും ബംഗളൂരു എഫ് സിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അത് നമുക്കറിയാം, ജോവനോവിച്ച് ബംഗളൂരു എഫ് സിൻ്റെ AFC കോട്ടയിലുള്ള ഡിഫൻഡറാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ ബംഗളൂരു എഫ് സി തീരുമാനിച്ചിരിക്കുകയാണ്. ജോവനോവിച്ചിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹം 2022-23 സീസണിൽ വേറെ ലെവലൊരു പെർഫോമൻസ് ആയിരുന്നു ബംഗളൂരു എഫ് സിക്ക് വേണ്ടി കാഴ്ചവെച്ചത്. പക്ഷേ 2023-24 സീസൺ, അതായത് ഈ ഒരു സീസണിലേക്ക് നോക്കുമ്പോൾ അത്ര മികച്ച പ്രകടനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ ഒരു സീസണിലെ മോശം പെർഫോമൻസ് മാത്രമല്ല, അദ്ദേഹത്തിന് ഇപ്പോൾ ഏതാണ് 36 വയസ്സുണ്ട്. സോ ഏജും ഒരു പ്രശ്നം തന്നെയാണ്. എന്തായാലും സ്റ്റിൽ ബംഗളൂരു എഫ് സി അതായത് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും എന്തുദ്ദേശിച്ചുകൊണ്ടാണെന്ന് അറിയില്ല. ചിലപ്പോൾ ഒരു AFC സൈനിങ് അല്ലേ. സോ അത്യാവശ്യം ഒരു ഡിഫൻഡറാണ്, കുഴപ്പമില്ലാത്തൊരു ഡിഫൻഡറാണ്, എക്സ്പീരിയൻസ് ഡിഫൻഡറാണ്. ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കാം ബംഗളൂരു എഫ് സി അദ്ദേഹത്തെ നിലനിർത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്റോണിയോ ലോപ്പസ് ഹെബാസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അതായത് അന്റോണിയോ ലോപ്പസ് ഹെബാസിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് പലരും ചോദിക്കുന്നുണ്ട്. എന്തായാലും അതായത് മോഹൻ ബഗാനുമായിട്ടുള്ള കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് പലരും ചോദിക്കുന്നുണ്ട്. എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കറക്റ്റ് അപ്ഡേറ്റ് ഇപ്പോൾ കിട്ടും. നമുക്കറിയാം, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ഏറ്റവും മികച്ചൊരു കോച്ചാണ് അദ്ദേഹം. അതുപോലെ തന്നെ ISL ഷീൽഡ് നേടിയ ഒരു കോച്ചാണ് ഈ ഒരു സീസണിൽ. സോ ഉറപ്പായിട്ട് അവർ നടത്താൻ തന്നെ ശ്രമിക്കും. നമുക്കറിയാൻ സാധിക്കുന്നത് ഹെബാസിന് എന്തോ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്നാണ്. സോ അതിന് എന്തോ ഒരു സർജറി ആവശ്യമാണ്. ഇപ്പോൾ അദ്ദേഹം സ്പെയിനിലാണ്. സോ ഒരു സർജറിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ കണ്ടീഷനൊക്കെ ഓക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അദ്ദേഹത്തെ സൈൻ ചെയ്യുമെന്ന് തന്നെയാണ്. എന്തായാലും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഇപ്പോൾ ഹെബാസ് തന്നെയാണ്. എന്തായാലും ഹെബാസിനെ കളയേണ്ട ഒരാവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അവർ ഷീൽഡ് നേടുമെന്ന് നമ്മളാരും വിചാരിച്ചതല്ല. കാരണം ഒരു കോച്ച് പോയി കഴിഞ്ഞ് പിന്നെ ഒരു കോച്ച് വന്ന് ആ ഒരു ടീം ഷീൽഡിലേക്കൊക്കെ പോകുക എന്ന് പറയുന്നത് ഭയങ്കര ടഫായിട്ടുള്ള കാര്യമാണ്. സോ ആ ഒരു കാര്യമാണ് ഹെബാസ് ഏറ്റെടുത്ത് ആ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് അവരെ കൊണ്ടെത്തിച്ചത്. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം തന്നെ എടുത്ത് നോക്കി നമ്മൾ കുറച്ച് പരിക്ക് വന്നപ്പോഴും നമ്മൾ തളർന്നു. പക്ഷേ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്, മുംബൈ സിറ്റി FC പോലുള്ള ക്ലബ്ബുകൾ പരിക്ക് വന്നു, കോച്ചുകൾ മാറി, എന്നിട്ട് പോലും അവരുടെ പെർഫോമൻസ് അവർ കാഴ്ചവെച്ചിട്ടുണ്ട്. സോ അതാണ് ഒരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ ഹെബാസ് ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൽ തുടരുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സും അഡ്രിയാൻ ലുണയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം കൊണ്ട് അഡ്രിയാൻ ലുണയുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം റൂമറുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അധികം മുംബൈ സിറ്റി FC യിലേക്ക് പോകും എന്ന തരത്തിൽ. എന്തായാലും ഇപ്പോൾ മുംബൈ സിറ്റിയുടെ അടുത്ത് നിന്ന് ആ റൂമർ ചെറുതായിട്ടൊന്ന് മാറുകയാണ്. ഇപ്പോൾ FC ഗോവയുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ FC ഗോവ അഡ്രിയാൻ ലുണയെ സൈൻ ചെയ്യാനുള്ള റേസിലാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. വലിയൊരു ഓഫർ തന്നെയാണ് FC ഗോവ ഇപ്പോൾ അഡ്രിയാൻ ലുണയെ സൈൻ ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതെന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സും FC ഗോവയും തമ്മിൽ എന്തോ നടക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ഈ ഒരു നോവയെ വാങ്ങിച്ചിട്ട് അഡ്രിയാൻ ലുണയെ കൊടുക്കാനുള്ള പരിപാടിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ അൽവാരോ വാസ്കസ് FC ഗോവയിൽ പോയതുപോലെ അഡ്രിയാൻ ലുണയും FC ഗോവയിലേക്ക് പോകുമോ? എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയും. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.